ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കല്യാണത്തിന് പോവുകയാണേ. അപ്പോൾ ഞാനും ബ്രദറും കൂടെ ഇവിടെ നിന്നിട്ടും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നിട്ട് ഒരു 52 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് ഒരുങ്ങി മമ്മിയും കൂട്ടി ഞാനും മമ്മിയും കൂടിയാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ്. ബ്രദറിന് വേറെ കുറച്ച് എൻഗേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞാനും മമ്മിയും കൂടെ മാത്രമാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. ഇപ്പോൾ സമയം ഒരു 8:45 വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എന്തായാലും 10 മണിയാവും. 11:30ക്കാണ് കല്യാണം. എൻ്റെ വീട്ടിൽ നിന്നിട്ട് പിന്നെ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് വേണം നമ്മുടെ കല്യാണത്തിനുള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ ചെല്ലണം, കുളിക്കണം, ഒരുങ്ങണം, അതിനുശേഷം പോകണം. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഒരുങ്ങി പോകാനുള്ള സമയം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ. രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ്, ഞാനും ബ്രദറും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മി റെഡിയാക്കി വെക്കും, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹസ്ബൻഡിന് ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ഫുഡും റെഡിയാക്കണം. പിന്നെ അത് ഞാൻ പെട്ടെന്ന് ചെയ്തു. അതൊക്കെ വീഡിയോ എടുക്കണം ഞാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കിളിമാനൂർ എത്തിയിട്ടുണ്ട്. അറിയാമോ കിളിമാനൂരൊക്കെ സ്ഥലം അറിയാമെങ്കിൽ ഈ വഴി കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ ബ്രദറിനെയും കൂട്ടി ഇങ്ങനെ പോവുകയാണേ. വീട്ടിൽ ചെല്ലുമ്പോഴുള്ള വീഡിയോസും ഒരുങ്ങുമ്പോഴുള്ള വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ വളരെ ലേറ്റായിട്ടാണ് എത്തിയത്. ഒന്നിനും സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഞാനും മമ്മിയും കൂടെ വരുവാണ് ചെയ്തത്. ഞാനും മമ്മിയും കൂടെ ആക്റ്റീവയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ധൃതിയിലായിരുന്നുകൊണ്ടും എനിക്ക് മമ്മിയെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ കല്യാണത്തിനെത്തി. ലേറ്റായിട്ടാണ് എത്തിയത് കൊണ്ട് തന്നെ ബാക്കിലാണ് നിൽക്കേണ്ടി വന്നത്. ഇതിപ്പോൾ വിവാഹത്തിൻ്റെ കിരീടവാഴ്വ് ശുശ്രൂഷയാണ്. അതായത് നമ്മുടെ നവദമ്പതികളെ കുടുംബത്തിൻ്റെ നാഥനും നാഥയുമായിട്ട് വാഴിക്കുന്ന ഒരു ചടങ്ങാണിത്. അതാണ് കിരീടം വാഴിക്കൽ ചടങ്ങെന്ന് പറയും. അപ്പോൾ ഇതിപ്പം മണവാട്ടി കിരീടം വാഴ്ത്തുന്ന, അതായത് ഒരു മാലയുണ്ട്, നമ്മുടെ സ്വർണ്ണമാല അച്ഛൻ വാഴ്ത്തി നമ്മുടെ കഴുത്തിൽ അണിയിക്കും. അപ്പോൾ ആ ഒരു ശുശ്രൂഷയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വരനെയും ഇതുപോലെ തന്നെ ചെയ്യും. പക്ഷെ അത് ആ ഒരു ടൈമിലാണ് ഞാൻ എത്തിയത്. അപ്പോഴത്തേനും ലേറ്റായിപ്പോയി, ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണിത്. ഈ വിവാഹ ശുശ്രൂഷ നടക്കുന്നത് നമ്മുടെ പള്ളിപ്പണി നടക്കുന്നത് കൊണ്ട് തന്നെ പള്ളിയുടെ താഴെയുള്ള ഹാളിലാണ് നടക്കുന്നത്. അവിടെയാണിപ്പോൾ വിശുദ്ധ കുർബാനയും ഒക്കെയുള്ള ആരാധനകളൊക്കെ നടക്കുന്നത്. ഇവിടെയാണ്, അവിടെ വെച്ചിട്ടാണ് ഈ വിവാഹ ശുശ്രൂഷ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മിന്ന് കെട്ടുന്ന ശുശ്രൂഷയാണ്. ഞാൻ ഒരുപാട് ബാക്കിലായതുകൊണ്ടാണ് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ മിന്ന് കെട്ടി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ മന്ത്രകോടി അച്ഛൻ വരൻ്റെ കയ്യിലേക്ക് കൊടുക്കും. വരനത് വധുവിനെ ഈ മന്ത്രകോടി അണിയിക്കും. ആ ശുശ്രൂഷയാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മുടെ ഓഡിറ്റോറിയത്തിലെത്തി. അവിടുത്തെ സ്റ്റേജിൽ വെച്ചിട്ട് വിളക്ക് തെളിയിക്കുന്ന ചടങ്ങാണത്. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പോയി. എനിക്ക് ഈ ക്രിസ്ത്യൻ ഫുഡ് വളരെ ഇഷ്ടമാണ്. കല്യാണത്തിൻ്റെ ക്രിസ്ത്യൻ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു 2:30-3 മണിയായി. അപ്പോഴത്തേന് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. നല്ല കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ളൊരു ഫീലിങ്ങും പിന്നെ നല്ല മഴയും അടിപൊളിയായിരുന്നു. പിന്നെ മമ്മി എനിക്ക് ചായ ഇട്ട് തന്നു. ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിൽ കുറേ നേരം ഇരുന്നു. മഴയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം വൈകുന്നേരം ഒരു 7:30 ആയപ്പോഴത്തേക്കും എന്നെ ബ്രദർ ഒരു ജംഗ്ഷനിലാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ബസ്സൊക്കെ ഉള്ളത്. അവിടെ ബസ് കയറ്റി വിടാൻ വേണ്ടി വന്നു. ബ്രദർ ഇനി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല, അവനൊരാവശ്യത്തിന് കഴിഞ്ഞ ദിവസം വന്നതായിരുന്നു. അപ്പോൾ ജംഗ്ഷനിലെത്തി. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബസ് വന്നു. ആദ്യം വന്ന ബസ്സല്ല, അത് വിതുര റൂട്ടിൽ പോകുന്നതാണ്. തൊട്ട് ബാക്കിൽ വരുന്ന ഈ ബസ്സാണ് എനിക്ക് പോകാനുള്ളത്. അപ്പം ഞാൻ ആ ബസ്സിൽ കയറാൻ പോവാണ്. ബസ്സിൽ കയറി. ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ സീറ്റ് കിട്ടി. സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ മിക്കവാറും ഇങ്ങനെ പോകും. ഇപ്പോൾ ഈ ഒരു കുരിശ്ശടി കണ്ടില്ലേ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ അവിടെ തന്നെ ബസ് കൊണ്ടുവന്ന് നിർത്തി, അതായത് വേറെ ആളുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാനങ്ങനെ അവിടെ ജസ്റ്റ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പഠിച്ച കോളേജ്. എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ആർക്കൊക്കെ ഈ വീഡിയോ കണ്ടപ്പോൾ ഇത് ഏത് കോളേജാണെന്ന് മനസ്സിലായെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബാഗ് ഞാൻ ബാക്ക് സീറ്റിൽ വെച്ചു. അതിന് ശേഷം ഫ്രണ്ടിൽ കയറി ഞാനും ഹസ്ബൻഡും കൂടെ വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ മമ്മി എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഫുഡ് തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. 2 പൊതിച്ചോറായിട്ട് കെട്ടി തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. പിന്നെ വന്നിട്ട് കുക്ക് ചെയ്യാൻ പാടല്ലേ, അപ്പോൾ ഇത് പൊതിച്ചോറാണ്. മിക്കപ്പോഴും വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്കിങ്ങനെ ഫുഡ് തന്ന് വിടാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് തുറന്നു. കല്യാണത്തിന് പോയിരുന്നതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചോറും ചമ്മന്തിയും മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും അച്ചാറുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.